അനന്തപുരി ഹിന്ദു മഹാസഭയുടെ ബിസിനസ് എക്സലൻസ് അവാർഡ് BLM ചെയർമാൻ ആർ പ്രേംകുമാറിന് ലഭിച്ചു. ഒതുങ്ങി ജീവിക്കണമെന്ന കൊച്ചിയിലെ ഹിന്ദുവിനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് രാജ്യത്തെ മികച്ച കച്ചവടക്കാരിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ആരുമില്ലാത്തതെന്നും, എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ചങ്ങലകൾ പൊട്ടിച്ച് നിരവധി പേർ ബിസിനസ് രംഗത്തേക്ക് എത്തുന്നുണ്ട് എന്നും അവാർഡ് ജേതാവും BLM ചെയർമാനുമായ ആർ പ്രേംകുമാർ പറഞ്ഞു. എത്രയോ പാവപ്പെട്ട ആൾക്കാർ ഇത് സ്വപ്നം മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഈ ലോകത്ത് ഇത് ഒന്നുമല്ല, ദൈവം തന്ന ഈ ശരീരം ഇതിനെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ള എല്ലാ രീതിയിലും തത്വചിന്ത കൂടി പഠിപ്പിച്ച് ഇന്ന് ലക്ഷോപലക്ഷം കുടുംബങ്ങൾ വെളിച്ചമായിട്ട് മാറിയ ഒരു പ്രസ്ഥാനം എന്നുള്ളത് BLM എന്ന മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഉയർത്തി പിടിച്ചിട്ട് ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ ഒപ്പം വരുന്നവരെ നന്നാക്കാൻ വേണ്ടിയുള്ള പുറപ്പാടി കൂടി വന്ന ഒരു വിഷയമാണ്. കുറച്ചു മുമ്പേ ഗോപാൽജി സംസാരിച്ചപ്പോൾ ഹൈന്ദവത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഹിന്ദുത്വത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. ഹിന്ദുമതം പറയുന്നത് ഏറ്റവും വലിയൊരു സമുദ്രമാണ്, ഒരു മഹാകടലാണ്. എത്ര തന്നെ വെള്ളം കോരിയാലും പറ്റാത്ത ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. നമുക്ക് ഏറ്റവും കൂടുതൽ സഹിപ്പുതന്മയും കാര്യവും കൂടുതലുള്ള ഒരു മതമാണ് ഹിന്ദു മതം. ഇതിനൊക്കെ പുറമെ ഞാൻ പറയുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ, കാരണം ഇത്രയും വലിയ മഹാന്കളും ആൾക്കാരുമുള്ള ഇതിലൊരു ചെറിയവനായിട്ട് എൻ്റെ ഒരു കാര്യം, ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ നിങ്ങൾ വിജയിക്കേണ്ട കാര്യം ബിസിനസ്സിലാണ്. ഇന്ന് എല്ലാ സമൂഹങ്ങളും ബിസിനസ്സിന് ഉയർന്നു നിൽക്കുമ്പോൾ ഹിന്ദു സമൂഹം മാത്രം ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്നു. പേരിൽ ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ബിസിനസ്സിൽ നിന്ന് കഴിച്ചിട്ട് അവർക്കും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും. ശരിക്കും പറഞ്ഞ സുഹൃത്തുക്കളെ, ഒരു വരുമാനത്തിൽ കൂടി ജീവിതം നയിച്ച് നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞ് ഉയരത്തിലെത്തണമെങ്കിൽ ബിസിനസ് വേണം. എല്ലാ മേഖലയിലും ഞാൻ നോക്കുന്നു, വലിയ വലിയ നേതാക്കളും നമ്മളെ കാര്യങ്ങളും തത്വചിന്തകളും കാര്യങ്ങളും സംസാരിച്ചു പോകുന്നതല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടിയ അവർക്കുള്ള ഫൈനാൻഷ്യലി കാര്യങ്ങൾ അവർ ശക്തമായിട്ടുള്ള ഒരു കാര്യത്തിൽ മാറ്റാൻ വേണ്ടിയുള്ള വിഷയങ്ങളായിട്ട് പലപ്പോഴും കേൾക്കാറില്ല, കാണാറില്ല. നമുക്ക് പറഞ്ഞ ഒറ്റ ഒരു വിഷയം, ശക്തമായിട്ട് വളരാൻ വേണ്ടിയ സമൂഹമാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിന് ഏറ്റവും തികച്ച് നമ്മൾ വേണ്ട എല്ലാ രീതിയിലും മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ എളിവൻ്റെ വാക്ക്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എവിടെ പോയാലും എല്ലാ രീതിയിലും എല്ലാ സമൂഹവും മുന്നിൽ നിൽക്കുന്നു. കൊക്കോടീശ്വരന്മാരൊക്കെ ലിസ്റ്റ് എടുത്താൽ ഒരിക്കലും ഹിന്ദുക്കളെ പേര് അവിടെ കാണാനില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒതുങ്ങി ജീവിക്കണം എന്നുള്ള ചിന്തയിൽ കൂടി നമ്മൾ കൊച്ചിനെ പഠിപ്പിച്ച് ഒന്നിനും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറില്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടും ചെറിയ ബിസിനസ്സുകാർ തൊഴിലും ചെയ്ത് ജീവിച്ച് ഇത് മതി എന്നുള്ള ചിന്തയിൽ കൂടി കൊച്ചിയിലെ നമ്മളെ പഠിപ്പിച്ചതിൽ ഒരു വിഷയമാണ്. അതല്ല, ഇതൊക്കെ തകർത്ത് നമുക്ക് എല്ലാവർക്കും മുൻപന്തിയിൽ നിൽക്കണം. അവരെ പോലെ നമ്മളും ഉയർന്ന ബിസിനസ് കച്ചവടക്കാരായിട്ട് മാറണം, വലിയ വ്യവസായമായിട്ട് മാറണം എന്നുള്ള ചിന്ത ഉള്ള ആൾക്കാർ ഇപ്പം ആ ചങ്ങല പൊട്ടിച്ച് പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ആ ചിന്തയിൽ കൂടി ഭക്തിയും കാര്യവും എല്ലാം വേണം, അതിനൊപ്പം പണമും വേണം. ഐശ്വര്യമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിജയിക്കാനും നമുക്ക് വേണ്ടിയത് പണമാണ്. അതിനുള്ള വഴിയാണ് ബിസിനസ്. എല്ലാവരും അതും കൂടി ചിന്തിക്കണം. ബിസിനസ് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള എല്ലാ രീതിയിലും എല്ലാ സമൂഹവും നോക്കുന്നു. എല്ലാ രീതിയിലും അവർ ബിസിനസ്, എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ അവർ മുന്നോട്ട് പോയി അത് വലിയ ലെവലിൽ. പക്ഷെ ഈ സമൂഹത്തിന് ഒന്നും അങ്ങനത്തെ ഒരു വലിയ ഒരു ബിസിനസ്മാനായിട്ട് കുറച്ച് ആൾക്കാരെ മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. വലിയ വിഷമത്തിലാണ്. ഈ വിഷമം മാറ്റി എല്ലാവരുടെ മനസ്സിലും അങ്ങനത്തെ ഒരു നന്മ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നോടി പോകാൻ വേണ്ടി സർവീശ്വരൻ നിങ്ങളെ കരങ്ങൾക്ക് ശക്തി തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഉദ്ഘാടനവേളയിൽ ഈ അവസരം തന്ന ഈ ഹിന്ദു മഹാസഭയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറഞ്ഞ സുഹൃത്തുക്കളെ എല്ലാവരും കണ്ടൊരു സന്തോഷം. നന്ദി, നമസ്കാരം.